ഇല്ല, ഡാൻസ് മാത്രമല്ല അതിൽ ആക്ടിങ് ഉണ്ട്, പിന്നെ ഡാൻസിങ് ഉണ്ട്, പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ഡബ് മാഷില്ലേ, ഡബ് മാഷും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇതിലാണ് അത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആൾക്കാരുടെ അത് ഏറ്റെടുക്കുന്നത്. കാരണം ഒരു വ്യക്തിയും ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു വെറൈറ്റിയാണ്. ആ വെറൈറ്റി രീതിയിൽ ഞാൻ ചെയ്യുന്നു. അത് ചില ആൾക്കാർ മണ്ടത്തരാണെന്ന് പറയുന്നുണ്ട്, നല്ല അഭിപ്രായമുണ്ട്. അതായത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അത് നല്ലതിലായിട്ട് എന്താ പറയുക, പിന്നെ നമ്മളൊരു ഇഷ്ടത്തിന് ചെയ്തു പോകുന്നു. ആ ഒരു വൈബാണ്. വീഡിയോസിൽ തന്നെ ചേട്ടന്റെ വീഡിയോസിൽ ഇടയ്ക്ക് വരുന്ന താരമാണ്. ചേട്ടൻ എന്താണ് ഈ ഒരു വളരെ പെട്ടെന്ന് വൈറലായതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്കെന്താ വളരെ സന്തോഷം. ഞാൻ ഹാപ്പിയാണ്. നമ്മുടെ ഫ്രണ്ട് അല്ലേ, അപ്പം വൈറലായി നിൽക്കുമ്പോൾ കാണുന്നതിൽ വളരെ സന്തോഷം. കുറച്ച് നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇതിപ്പോ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാല്, അതിപ്പോ എന്താ നമ്മൾ എത്ര നല്ലത് വീഡിയോ ചെയ്താലും അതിന് എന്തായാലും നെഗറ്റീവ് കമന്റ് വരും. സോ അത് ഇടുന്നവർ ഇട്ടോട്ടെ. അത് ഇടുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റാണ് ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത്, വീഡിയോ റീച്ച് ആകുന്നത്. അതുകൊണ്ട് ബെനിഫിറ്റ് അല്ലേ. സോ അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരുപാട് കൊളാബ് വരും, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഫുൾ അവനാണ്. സോ അല്ല, അവർ ഇടുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാഡ് കമൻറ്റ് വന്നോട്ടെ. കാരണം ഞാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെക്കണ തന്നെ കമൻറ്റ് വരാനാണ്. അത് അവർക്ക് അവരുടെ രീതിയിൽ കമൻറ്റ് ഇടാം. ഇനിയിപ്പോൾ ബാഡായിട്ട് ഇടാം, നല്ലതായിട്ട് ഇടാം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കണില്ല. നമുക്ക് അങ്ങനെ കിട്ടു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കയറുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല നമ്മൾ റിയാലിറ്റി. അത് ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കോപ്രാതരങ്ങൾ, റിയാലിറ്റി. രണ്ടാളും പിന്നെ ഷോപ്പും, ഓനിക്ക് ഷോപ്പും കാര്യങ്ങളുണ്ട്, എനിക്ക് പിന്നെ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ മലപ്പുറം നിലമ്പൂര് വൈക്കടവ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കളിച്ചു വളർന്ന ആൾക്കാരാണ്. ഇങ്ങനൊരു പാട്ട്, ആ വൈറലായ പാട്ട് തന്നെ സെലക്ട് ചെയ്യുക, ആത്മാവ് പോകുന്ന ആ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം? സെലക്ട് ചെയ്യാനുള്ള കാരണം അതായത് നമ്മളിപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് നമ്മൾ നോക്കുന്നത്. ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിനൊരു ഒരു വെറൈറ്റി വേണം, ആരും ചെയ്യാത്തൊരു രീതി വേണം. അപ്പോഴാണ് ആളുകൾ ഇതാക്കുള്ളൂ. അപ്പോൾ ആ റൂഹ് പോകും, അതിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ആ റൂഹ് പോകുന്ന പോക്ക്. ആ പോക്കിൻ്റെ അതിലും ആ കമൻറ്റിന് 2000-ൻ്റെ മേലെ 3000 ഇത് കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ലൈക്കിനേക്കാൾ കൂടുതൽ ഷെയറിംഗ് ആണ് നമുക്ക് വേണ്ടതും. കാരണം നമ്മൾ ഷെയർ ചെയ്ത് പോകുമ്പോഴല്ലേ നമ്മൾ ആൾക്കാർ അറിയുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതാണ്, അതായത് അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടന്റിൽ പോകുന്ന പാട്ടുകളാണ് അത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് മാത്രമൊന്നുമല്ല, പിന്നെ വേറെയും എന്നെ ട്രോളിയ വീഡിയോസ് തന്നെ 2 മില്യൺ 3 മില്യൺ ഒക്കെ പോയ വീഡിയോസ് ഉണ്ട്. യെസ്, അതാണ് ആദ്യം നമ്മൾ ഇങ്ങനെ നോക്കിയത്. അതായത് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. സോ അതൊരു ന്യൂ ട്രെൻഡ് അല്ലേ. അപ്പൊ സാധനം കയറി കൊളുത്തും, അവന് ബെനിഫിറ്റ്. പിന്നെ ഇതിൽ എനിക്ക് അതിൽ വെച്ചാൽ ഇപ്പൊ പല ആൾക്കാരും പറയലുണ്ട്, ഇതിങ്ങനെ വേറെ ആൾക്കാർ നിങ്ങളെ ട്രോൾ ചെയ്ത് കൊണ്ട് എന്താ നിങ്ങൾക്ക് ഉണ്ടോ. ആ ട്രോൾ ചെയ്തതിന് ഉദാഹരണം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നമ്മളെ വീട്ടിൽ ട്രോൾ ഞാൻ ആ ടൈമിലാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്, എന്നെ കാണിക്കണേ. അപ്പോൾ അവിടുന്ന് കാരണം ഞാൻ ഫസ്റ്റ് കാണണത് എനിക്ക് വേറെ അടുത്തും എൻ്റെ കൂട്ടുകാരൻ കാണിച്ചു തരാണ്. നമ്മളെ ശരിക്കും എൻജോയ് ഉണ്ട്. നല്ല രസത്തിൽ ട്രോളുമ്പോൾ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യും. വൾഗറായിട്ട് ട്രോളുമ്പോൾ നമുക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാകുള്ളൂ. ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള ഇനിയിപ്പോ അങ്ങനല്ല, വൾഗറായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഈ സിനിമ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്ത് വന്നാലും നെവർ മൈൻഡാണ്. അവൻ അങ്ങനത്തെ കാര്യങ്ങൾ മൈൻഡേ ചെയ്യില്ല. ഇല്ല കാര്യം പറയാം. അതിൽ പിന്നെയും കമന്റ്, അത് ഒരു ബാഡ് കമന്റ് വന്നാൽ, അതായത് കൂടുതലായിട്ട് നമ്മളെ അതായത് ഒരു അറ്റാച്ച് ചെയ്ത് കണ്ടില്ല കമന്റും കാര്യങ്ങളൊക്കെ വന്നാൽ ബാഡായിട്ട് വന്നാൽ പ്രതികരിക്കുന്ന ആൾ പോകാനാണ്, ഞാനല്ല. കാരണം ഞാൻ പ്രതികരിക്കൂല, ഞാൻ പറയും അത് വിട്ടളാ, അപ്പം പറയാം അങ്ങനെ വിടാൻ പാടില്ല, എന്നിട്ട് അതിന് അവിടെ തന്നെ റീപ്ലൈ കൊടുക്കും. നമുക്ക് ഭയങ്കര വൾഗറായിട്ട് നമ്മളോട് ചിലപ്പോൾ ചോദിക്കുമ്പോൾ സ്പോട്ടിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും. ഓൻ അതും ചെയ്യൂല. അതല്ല എന്തിനു നമ്മളതിനെ ചെയ്യണേ. കാരണം നമ്മൾ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് അവർ ചെയ്തോട്ടെ. അതായത് അവർ ചെയ്യും തോറും നമ്മളെ വീഡിയോ റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതുകൊണ്ടാണല്ലോ ഈ നിലയിൽ ഇവിടെ എത്തിയത്. ഇവർ ഈ കമന്റും കാര്യങ്ങളും ഷെയറിങ്ങും ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരവസരം കിട്ടിയതും. ഇപ്പോൾ ഇതുപോലെ തന്നെ 2-3 പ്രൊമോഷൻ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്, എന്താ ചെയ്താണ് ആവട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാലോ. ചെയ്തു കൊടുക്കും, എല്ലാവർക്കും ചെയ്തു കൊടുക്കും, കാര്യങ്ങളൊക്കെ ആക്കും. ഏതായാലും ഇനിയും നല്ല നല്ല വീഡിയോസുകൾ, ഇതുപോലെ നല്ല നല്ല വീഡിയോസാണെന്ന് വെച്ചാൽ ബാഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ബാഡായിട്ടുള്ള വീഡിയോസും വരും, നല്ലതാണെങ്കിൽ നല്ലതായിട്ടുള്ള വീഡിയോസും ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ അവസരത്തിനനുസരിച്ച് മാറും. ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോസിനെ കുറച്ച് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് മടുക്കും, യാദൃശ്ചികം. അപ്പോൾ നമ്മൾ വെറൈറ്റി മാറ്റും.
അപ്പോൾ വേറെ രീതിയിലേക്ക് ട്രെൻഡിങ്ങും പോകും. ആ ഒരു വൈബാണ്. ഇപ്പൊ ഇതിനു മുമ്പ് ഡബ് മാഷ് പോലുള്ള ടൈപ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും ഇത്ര റീച്ച് ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കും ഒരു സ്ലോമോ അല്ലെങ്കിൽ കുറച്ചൊരു സാഡ് ആയിട്ടുള്ള സോങ്ങിനൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് സ്ലോമോ ഒക്കെ വരുമ്പോൾ ആൾക്കാർ ശരിക്കും പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഇതൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും സങ്കടപ്പെട്ടിരിക്കാറാണ്, പക്ഷെ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ചിരിക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഒക്കെ. കാരണം അതൊരു ട്രെൻഡാണ്, അത് ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ വീഡിയോ നല്ല വ്യൂ ആയിട്ട് പോയിട്ടുണ്ട്. ആൾക്കാർ ഇപ്പോൾ അവനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. വണ്ടി എടുത്ത് പോലുള്ളവരൊക്കെ തിരിച്ചു വന്ന് ഞാനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്, സെൽഫി എടുക്കലുണ്ട്. അതെ, ഒരുപാട് ഇതുണ്ട്. ഇപ്പൊ ഇതന്നെ ഇപ്പൊ ഇതിലൊക്കെ ഒന്നും ലൈക്കില്ല, പക്ഷെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഇമോഷൻ ഫീലിംഗ് ചെയ്തതാണ്. ഈ വൈറലായ വീഡിയോയിലെ രസകരമായിട്ടുള്ള കമന്റുകളിൽ രണ്ടെണ്ണം പിന്നെ അടുത്ത് പറഞ്ഞ് ജിന്നുമോന്റെ ബുദ്ധിയും അതുപോലെ തന്നെ ഇത് പറയുന്നുണ്ട്. അതായത് നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളെ വീഡിയോസ് കാണാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് കാണാനായിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ വീഡിയോസ് അവർ കാണും, പക്ഷെ ഇവർക്ക് കൂടുതൽ കാണേണ്ട കമന്റ് ബോക്സ് ആണ്. കമന്റ് ബോക്സ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ എപ്പോഴും കാണാമല്ലോ. അപ്പൊ എന്താ വെച്ചാൽ അവർക്കൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പൊ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ കൂടുതൽ, അതായത് പ്രൊഫൈൽ ഇല്ലാതെ വരിക, നെഗറ്റീവ് അതേ വരുള്ളൂ. നേരിട്ട് ഒരാൾ വന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലൈ നമുക്ക് നോക്കാം, അത് ആരെടുത്ത്. അതിനനുസരിച്ച് ഇപ്പോൾ ഒരാൾ വെറുതെ ഒരു വീഡിയോസിൽ കമന്റ് ഇട്ടതാണ് ഇന്നിപ്പോൾ. അപ്പോൾ എന്താ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടു. ഈ ഒരു വീഡിയോസിന് വന്ന എല്ലാം മറന്നെന്ന് ചോദിച്ചാൽ ഒരു പെരടി വിളിക്കുക കാണില്ല. അത് പെരടി വിളിക്കുക സ്റ്റെപ്പ് ഇറങ്ങാണ്ട് ഇതാക്കി അവരെന്നെ നമ്മളൊന്ന് താഴ്ത്തിയതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെറുതെ അതായത് അവർക്ക് വേണ്ടി ഇനി പെരടി ആട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആട്ടി കൊടുത്തതാണ് ഒരു വീഡിയോ. അതും ബാഡായിട്ടുള്ള കമൻറ്റാണ് അത് ശരിക്ക്. പക്ഷെ ഞാനതിന് പോസിറ്റീവായിട്ട് എടുത്ത് അതിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് ചുരുങ്ങിയത് 1 മില്യൺ ലെവലിൽ അടിച്ച് കയറും ഉറപ്പാണ്, അത് ഷുവർ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം മാത്രമാണോ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, അതോ ഇനി ഭാവിയിൽ അതെ യൂട്യൂബിൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തുടങ്ങിയാണ്ട് കുറച്ചായിട്ടുള്ളൂ. ഞാൻ 4-5 വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ യൂട്യൂബിലേക്ക് വരാൻ നോക്കുന്നുണ്ട്. അതായത് കണ്ടന്റ് ക്രിയേറ്റും ചെയ്യാറുണ്ട്. അതായത് ഷോർട്സും ഉണ്ട്. രണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഇതുവരെ ഇത്രയും കാലമായിട്ട് ഇനി വീഡിയോ ചെയ്തിട്ട് ഇനി എത്ര വലിയ കമന്റ് വന്നാലും, കാരണം അവരെന്താ വെച്ചാൽ അവർക്ക് നമ്മളെ യഥാർത്ഥ ക്യാരക്ടർ അറിയില്ല. അപ്പൊ ഇനിയിപ്പോ ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ കമന്റ് കാര്യമില്ല. ഇവരിടുന്ന കമന്റ് അല്ലേ, അല്ലാതെ നമ്മളെ മേത്തിൽ ഒന്നും ഉപദ്രവിക്കില്ലല്ലോ. കമന്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ അങ്ങനെ കണ്ടു, പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ. ഒരു കമന്റ് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി, അത് തൊലിക്കട്ടി അല്ല, ഗഡ്സ് അല്ലേ. പബ്ലിക്കായിട്ട് ഒരാളെ മുമ്പിൽ അവർക്ക് വയ്ക്കുവോ? അവര് കാണിക്കണം? ഇല്ല, ചെയ്യൂല. ഞാൻ കാണിക്കും. പബ്ലിക്കിൽ എന്താ വെച്ചാൽ പബ്ലിക് കളിച്ചാൽ ഇപ്പോൾ അത് ആലോചിച്ച് ഇപ്പോൾ സിനിമ അഭിനയിക്കുമ്പോൾ എത്രയോ പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് അവർ അഭിനയിക്കണത് അല്ലേ. പിന്നെന്താ നമുക്ക് അഭിനയിച്ചാൽ. കാരണം എനിക്ക് ഞാൻ ഒന്നാമത് ഈ മിമിക്രി കാര്യങ്ങളൊക്കെ അതിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ആ ഒരു ചെറിയൊരു വാസന ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചെയ്യാറുണ്ട്. മെയിൻ പറഞ്ഞാൽ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് എൻ്റെ സൗണ്ടിൻ്റെ സാമ്യമായിട്ടുള്ള ആളാണ് വിനയ് ഫ്രൂട്ട്. അതായത് മച്ചാനെ ഞാനൊരു കാര്യം പറയാം. അതായത് നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കി ഇരുന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റിയാലിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്താ പേരെന്താ പറഞ്ഞേ? അനുഷ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നല്ല സ്പിരിറ്റായിട്ട് എടുക്കണം. ജാവ സിമ്പിൾ പവർഫുൾ അല്ലേ. അവൻ ആക്ച്വലി എന്താന്ന് വെച്ചാല് അവന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ബിഗ് സ്ക്രീനിൽ കാണും. അത് അവൻ അത്ര ആഗ്രഹമുള്ള ഒരാളാണ്. സോ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും നടക്കൂലേ. അതെ, എന്തായാലും അതെല്ലാവരും ഡ്രീം അല്ലേ.